السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. إن الصلاة تنهى عن الفحشاء والمنكر يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. എന്താണ് നമസ്കാരം എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് വളരെ ലഘുവായി അതിന് പറയാൻ കഴിയുന്ന ഉത്തരം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കുകയും സലാം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക കർമ്മങ്ങളും പ്രത്യേക ദിക്റുകളുമുള്ള ഒരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളതാണ്. ആ നമസ്കാരം, അതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം അത് മ്ലേച്ഛതയിൽ നിന്നും തിന്മകളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉദാഹരണമായി പറഞ്ഞു കൊടുത്തത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അനുചരന്മാരോട്, നിങ്ങളുടെ ഒരാളുടെ വീടിന് മുന്നിലൂടെ ഒരു നദി, ശുദ്ധജലം ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദിനേന 5 പ്രാവശ്യം അതിൽ നിന്നും കുളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ? സ്വാഭാവികമായും ഉള്ള ഉത്തരമാണ് ഇല്ല, അവശേഷിക്കില്ല എന്നുള്ളത്, അല്ലേ? ഞാനും നിങ്ങളും ഒക്കെ ഉത്തരം പറയും. 5 നേരം ഒരാൾ ശുദ്ധമായ ജലമൊഴുകുന്ന ഒഴുക്കുള്ള നദിയിൽ കുളിക്കുമ്പോൾ പിന്നെ അയാളുടെ ശരീരത്തിൽ എവിടെയാ മാലിന്യം അവശേഷിക്കുക? അവശേഷിക്കൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അതുപോലെയാണ് നമസ്കാരം എന്നുള്ളത്, 5 നേരം നമസ്കാരം എന്നുള്ളത്. അത്രയും പ്രധാനപ്പെട്ട ആ നമസ്കാരം ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ, 5 തൂണുകളിൽ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട 5 തൂണുകളിൽ 2ാമത്തെ തൂണ് നമസ്കാരത്തിന്റെ തൂണ് എന്നുള്ളതാണ്. ആ നമസ്കാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എപ്പോഴാണ് ഒരു മുസ്ലിം നിർബന്ധമാകുക? പ്രായമെത്തുക എന്നുള്ളത്. പ്രായമെത്തുക എന്ന് വെച്ചാൽ നമസ്കാരം ശീലിപ്പിക്കേണ്ട വയസ്സ് കുട്ടികളെ പോലും 7 വയസ്സാകുമ്പോൾ ശീലിപ്പിക്കുകയും 10 വയസ്സാകുമ്പോൾ കുട്ടിയെ അടിക്കുകയും ചെയ്യണമെന്നുള്ള. 10 വയസ്സായ കുട്ടി മുതൽ നമസ്കാരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അടിക്കണം. അവൻ നിസ്കരിപ്പിക്കൽ രക്ഷിതാക്കളുടെ മേൽ ബാധ്യതയാണ്. അതോടൊപ്പം ബുദ്ധി ഉണ്ടാവുക. ഭ്രാന്തനാണെങ്കിൽ അവന് നമസ്കാരമോ അല്ലെങ്കിൽ ഒരു ആരാധനയും അവന് ബാധ്യതയല്ല, അവൻ്റെ മേൽ ബാധ്യതയല്ല. ബുദ്ധി ഉണ്ടാവുക, സ്വബോധവും ബുദ്ധിയും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള മുസ്ലിമായ ഏതൊരാൾക്കും, അത് അടിമയായിക്കൊള്ളട്ടെ, ഉടമയായിക്കൊള്ളട്ടെ, പണിക്കാരനായിക്കൊള്ളട്ടെ, മുതലാളി ആയിക്കൊള്ളട്ടെ, ആരായിരുന്നാലും, യാത്രക്കാരനും സ്ഥിരതാമസക്കാരനും ആരായിരുന്നാലും, രോഗിയും രോഗമല്ല, ആര് രോഗ്യവാനായാലും ആരായാലും ഈ 3 നിബന്ധനകൾ ഒത്താൽ അവന് നമസ്കാരം അവന്റെ മേൽ നിർബന്ധമാണ്. പ്രായമെത്തണം, ബുദ്ധി ഉണ്ടാവണം, മുസ്ലിം ആകണം. ആ നമസ്കാരത്തെ ഒഴിവാക്കൽ നിഷിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം വളരെ കൃത്യമായി
പഠിപ്പിച്ചു തന്നു. അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ വമൻ തറകഹാ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും, അതായത് അവിശ്വാസികളുടെയും ഇടയിലുള്ള കരാർ അത് നമസ്കാരമാണ്. ആര് അത് ഒഴിവാക്കിയോ അത് അവൻ അവിശ്വാസിയായി തീർന്നു. നമസ്കാരം ഒഴിവാക്കിയാൽ അവിശ്വാസിയായി തീർന്നു എന്നുള്ളതാണ്. ഈ നമസ്കാരത്തിന്റെ നിർബന്ധതയെ ഒരാൾ അറിവില്ലായ്മ മൂലം നിഷേധിച്ചു. നമസ്കരിക്കുന്ന ആളാണ്, പക്ഷേ അയാൾ പറഞ്ഞു നമസ്കാരം നിർബന്ധമല്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചാൽ അയാളെ തിരുത്തി കൊടുക്കണം. അയാൾ പശ്ചാത്താപം ചെയ്യണം. എന്നിട്ടും അയാൾ തയ്യാറായില്ലെങ്കിൽ ഇസ്ലാമിക കോടതിക്ക് അയാളെ ശിക്ഷിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മനഃപൂർവ്വം നിഷേധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനെ ശിക്ഷിക്കാൻ ഇസ്ലാമിക കോടതിക്ക് അനുവാദമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സമയനിർണിതമായ ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. ആ സമയത്ത് നിന്ന് നമസ്കാരം പിന്തിപ്പിക്കുക എന്നുള്ളത് അത് നിഷിദ്ധമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അതിന് ഇസ്ലാം നൽകുന്ന എളുപ്പമാക്കുക എന്ന ഇസ്ലാമിന്റെ തത്വം അനുസരിച്ച് ഇസ്ലാം നൽകുന്ന ചില ഒഴിവ് കഴിവുകളുണ്ട്. അതായത് ഒഴിവ് കഴിവുകൾ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം യാത്രയിലും മറ്റ് അവശ്യ സമയങ്ങളിലും പോലെയുള്ള പിന്തിപ്പിക്കലും മുന്തിപ്പിക്കലും. ദുഹറിന്റെ സമയത്തേക്ക് ദുഹറും അസറും കൂടി ദുഹറിന്റെ സമയത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ ദുഹറും അസറും കൂടി അസറിന്റെ സമയത്തോ അല്ലെങ്കിൽ ദുഹറിന്റെ സമയത്തോ നമസ്കരിക്കുക. അതേപോലെ തന്നെ മഗ്രിബും ഇശാവും കൂടി ഇശാന്റെ സമയത്തോ മഗ്രിബിന്റെ സമയത്തോ നമസ്കരിക്കുക. അങ്ങനെയുള്ള മതപരമായി ഇസ്ലാം അനുവദിക്കുന്ന ഇളവുകളല്ലാത്ത നമസ്കാരം അനാവശ്യമായി സമയം നിർണിതമായ ആ സമയത്ത് നിന്ന് തെറ്റിക്കുക എന്നുള്ളത് നിഷിദ്ധമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമസ്കാരം സ്വീകരിക്കപ്പെടാൻ ചില നിബന്ധനകൾ ഉണ്ട്. ഒന്ന്, ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. വുദൂവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വുദൂ ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ ശുദ്ധിയാണെങ്കിൽ കുളിക്കുക, സംയോഗം പോലെയുള്ള അല്ലെങ്കിൽ ആർത്തവ പ്രസവ രക്തം പോലെയുള്ള അതിൽ നിന്ന് ശുദ്ധിയാകാനുള്ള ആ കുളി നിർവഹിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വുദു, അങ്ങനെ ശുദ്ധി ഉണ്ടാവണം. ശരീരം മാത്രം പോരാ, വസ്ത്രവും ആ നമസ്കരിക്കുന്ന സ്ഥലവും ഒക്കെ ശുദ്ധിയുള്ളതാവണം. അതൊക്കെ മാലിന്യമുക്തമായിരിക്കണം എന്നുള്ളത്. അതോടൊപ്പം സമയമാവുക എന്നുള്ളത്. ഓരോ നമസ്കാരത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നമസ്കരിക്കാവൂ. ഇന്ന് ആദ്യകാലത്ത് നിഴലൊക്കെ നോക്കിയിട്ടാണ് സമയം കണക്കാക്കിയതെങ്കിലും ഇപ്പോൾ ബാങ്കും ഇക്കാമത്തും ഒക്കെ നിലവിലുള്ളത് കൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ സമയം നമ്മുടെ മൊബൈലുകളിലും അതേപോലെ ആപ്ലിക്കേഷനുകളിലും ഒക്കെ നമസ്കാരത്തിന്റെ സമയമൊക്കെ കൃത്യമായി നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ കൃത്യമായി നമസ്കാരത്തിന്റെ സമയം കിട്ടുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിഴലിന്റെ നീളം നോക്കി, നിഴലിന്റെ അളവ് നോക്കി, ദിശ നോക്കി പോകേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. വളരെ ലഘുവാണ്, നമുക്ക് വളരെ എളുപ്പമാണ് നമസ്കാരത്തിന് സമയം കണ്ടെത്താനും നമസ്കരിക്കാനും ഒക്കെ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമസ്കാരത്തിൽ നഗ്നത മറക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗങ്ങൾ അവന്റെ നഗ്നതയാണ്, അത് മറക്കണം. അതോടൊപ്പം പുരുഷൻ ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കാതെ അവന്റെ ചുമല് കൂടി മറക്കുക എന്നുള്ളത് കൂടി അതിന്റെ ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നിബന്ധന. അതോടൊപ്പം സ്ത്രീയുടെ ഔറത്ത്, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഗ്നതയാണ്. നമസ്കാരത്തിൽ എല്ലാ സമയത്തും മറക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായി കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അത് ഓരോ നാടിനും അതിന്റെ സാഹചര്യത്തിനും ഭൂമിശാസ്ത്രപരമായ ആ നാടിന്റെ സാഹചര്യത്തിനനുസരിച്ച് ദിശകൾ മാറിയേക്കാം. ഏതായിരുന്നാലും കഅബയിലേക്ക്, മക്കയിലുള്ള നമ്മുടെ വിശുദ്ധ ദേവാലയമായ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി പടുത്തുയർത്തപ്പെട്ട ആ കഅബയിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് എന്നുള്ളത്. കിബിലെ അഭിമുഖീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ യാത്രയിലോ മറ്റോ കിബിലയെ അഭിമുഖീകരിക്കാൻ നമുക്ക് കണ്ടെത്താൻ പ്രയാസമുണ്ടാകാം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനും മറ്റുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ കിബിലേക്ക് തിരിയാൻ കഴിയാത്ത അവസ്ഥയിൽ നമുക്ക് ഏറ്റവും സാധ്യമായ രൂപത്തിലേക്ക് തിരിയാവുന്നതാണ്. ബാക്കി അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. ഇൻഷാ അള്ളാഹു അത് സ്വീകരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക. അടുത്തതായി ഏതൊരു കർമ്മത്തെയും പോലെ നമസ്കാരത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. നമ്മുടെ മനസ്സിലാണ് നിയ്യത്ത് വേണ്ടത്. വായ കൊണ്ട് ഉച്ചരിക്കുന്ന രീതി ഇസ്ലാമിലില്ല. ആ മനസ്സിൽ നിയ്യത്ത്, ഏത് നമസ്കാരമാണെന്ന നിയ്യത്ത്, എത്ര റക്അത്ത്, അതേപോലെ തന്നെ അതിന്റെ ഇനവും ഗുണവും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ആ മനസ്സിൽ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഒരാൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ രൂപം ഏറ്റവും ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ
സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നുണ്ട്. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ ആ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നമുക്ക് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന്റെ നിബന്ധനയാണ്. നമസ്കാരത്തിന്റെ രൂപം വളരെ വിശദമായി ഒരു സംസാരത്തിനല്ല മുതിരുന്നത്, മറിച്ച് നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രഭാഷണങ്ങൾ, ധാരാളം സംസാരങ്ങൾ, ധാരാളം പണ്ഡിതന്മാരുടെ സാമീപ്യം ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, നമുക്ക് നമസ്കാരത്തെ സംബന്ധിച്ചുണ്ടാകുന്ന സംശയങ്ങൾ അവിടെ നിന്നും അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. വളരെ ഒരു സമയത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉള്ള നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നത്. നമസ്കാരം വിശ്വാസിയും നാഥനും തമ്മിലുള്ള, അള്ളാഹും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം ആണെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ തിരുസന്നിധിയിൽ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന രൂപത്തിൽ, ബോധത്തിൽ, ഭയഭക്തിയോടെ ഖിബിലക്ക് അഭിമുഖമായി കൊണ്ട് നിന്നതിന് ശേഷം ഇരു കൈകളും തന്റെ ചുമലിന് നേരെ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചെവിക്ക് നേരെ എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ചുമലിന് താകാനും പാടില്ല, ചെവിയുടെ മുകളിലേക്ക് പോകാനും പാടില്ല. ആ രൂപത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട്, കൈകൾ വിരിച്ച് അത് ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം വലതു കൈ ഇടതു കൈയുടെ മുകളിലായി നെഞ്ചിന് മേലെ വെക്കുക. പിന്നീട് നമസ്കാരത്തിൽ നോക്കേണ്ടത് കണ്ണടച്ചല്ല നമസ്കരിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ എടുക്കുന്ന നോക്കിയല്ല നമസ്കരിക്കണം. നമസ്കാരത്തിൽ നോക്കേണ്ട സ്ഥലം അത് നമ്മുടെ സുജൂദിന്റെ സ്ഥലമാണ്. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എത്തുന്ന ഭാഗത്തേക്ക് നോക്കണം. അങ്ങനെ അതിലേക്ക് വളരെ നേരത്തെ ദൈവഭക്തിയോടുകൂടി, ഭയഭക്തിയോടുകൂടി നിന്നതിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ്. ധാരാളം പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ സ്ഥിരമായി ചെല്ലാറുള്ള വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതേപോലെ തന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെ ലഘുവായി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് തുടങ്ങുന്ന വളരെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ അടക്കമുള്ള പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക നമസ്കാരത്തിൽ. അങ്ങനെ പ്രാരംഭ പ്രാർത്ഥന കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ആ പ്രാരംഭ പ്രാർത്ഥനകൾ മനഃപ്പാടമാക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായിരുന്നാലും മനഃപ്പാടമാക്കുന്നതിന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന മുകളിൽ പറഞ്ഞു, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തുടങ്ങുന്ന പ്രാർത്ഥന. ഇനി അടുത്തൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ് അല്ലാഹുമ്മ അഗ്സിൽനി മിൻ ഖതായായ ബിൽമാഇ സൽജി വൽ ബർദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമസ്കാരത്തിൽ ആ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക. പിന്നീട് അഊദു ബിസ്മിയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ശബ്ദം ഉയർത്താതെ ഓതുക. പിന്നീട് ഫാത്തിഹ ഓതുക. ഫാത്തിഹ മനഃപ്പാടമാക്കേണ്ടതിന് അനിവാര്യമാണ്. ആ ഫാത്തിഹ മനഃപ്പാടമാക്കുന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഇല്ലാതെ ചൊല്ലാ നമസ്കാരം സാധുവാകുകയില്ല. ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ 2 റക്അത്തുകളിലും ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗം, അല്പം നമുക്കറിയുന്ന ചെറിയ സൂറത്തുകൾ, അല്ലെങ്കിൽ വലിയ സൂറത്ത് നമുക്കറിയുന്ന ചെറിയ ഭാഗങ്ങൾ, അല്ലെങ്കിൽ വലിയ സൂറത്ത് അറിയുമെങ്കിൽ വലിയ സൂറത്ത്, നമുക്ക് ഇഷ്ടമുള്ളത്ര നമ്മുടെ ഇമാമായി നമസ്കരിക്കാൻ നമ്മുടെ പിന്നിലുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ അവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള സൂറത്തുകൾ എടുത്ത് നമുക്ക് ഓതാവുന്നതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം നേരത്തെ സൂചിപ്പിച്ചു, ബിസ്മിയും ഔസും ബിസ്മിയും പതുക്കെയാണ് ഓതേണ്ടത്. ഫാത്തിഹ 3 നമസ്കാരങ്ങളിൽ ഫാത്തിഹയും സൂറത്തും ഉച്ചത്തിലാണ് ഓതേണ്ടത്. അല്ലാത്ത സമയത്ത് ഫാത്തിഹയും പതുക്കെ തന്നെയാണ് ഓതേണ്ടത്. ഏതൊക്കെയാണ് നമസ്കാരം? ഒന്ന് സുബഹി നമസ്കാരമാണ്, പുലർച്ചെയുള്ള സുബഹി നമസ്കാരം. പിന്നീട് സന്ധ്യാസമയത്തുള്ള മഗ്രിബ് നമസ്കാരവും രാത്രിയുള്ള ഇശാ നമസ്കാരവും. ആ നമസ്കാരങ്ങളിൽ ഉച്ചത്തിൽ, നിർബന്ധ നമസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ നമസ്കാരങ്ങളിൽ ഉച്ചത്തിലാണ് പാരായണം ചെയ്യേണ്ടത് ഫാത്തിഹയും അതേപോലെ തന്നെ സൂറത്തും. എന്നാൽ അപ്പോഴും ഔദു ബിസ്മിയും പതുക്കെ തന്നെയാണ് ഓതേണ്ടത്. അതിനുശേഷം ഈ സൂറത്തുകളെ ഓതിയതിനു ശേഷം ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമാണ് സൂറത്ത് ഓതേണ്ടത്, പിന്നീട് ഓതേണ്ടതില്ല. 4 റക്അത്തും 3 റക്അത്തുമുള്ള നമസ്കാരങ്ങളിൽ പിന്നീട് 2 ശേഷമുള്ള റക്അത്തുകളിൽ സൂറത്തുകൾ ഓതേണ്ടതില്ല, ഫാത്തിഹ മാത്രം മതിയാകും. അതോടൊപ്പം തന്നെ ഫാത്തിഹ പതുക്കെയാണ് ഓതേണ്ടത്. പിന്നീട് നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് വന്നതുപോലെ
കൈകൾ ഉയർത്തി തക്ബീർ ചൊല്ലി റുക്കൂ ചെയ്യുക. റുക്കൂ ചെയ്യുമ്പോൾ 2 കൈകളും വിരൽ വിടർത്തിക്കൊണ്ട് കാൽമുട്ടിൽ വെക്കുകയും അതോടൊപ്പം നമ്മുടെ തലയും മുതുകും ഒരേ രൂപത്തിൽ സമമായി ആകാൻ ശ്രദ്ധിക്കുക. ഒരു കൂമ്പിയിരിക്കുന്ന അല്ലെങ്കിൽ കുറെ തല പൊങ്ങി അല്ലെങ്കിൽ തല കുറെ താണി എന്ന രൂപത്തിൽ സമമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്നിങ്ങനെ 3 പ്രാവശ്യം ചൊല്ലാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും വേറെയും പല പ്രാർത്ഥനകളും നമുക്ക് കാണാൻ സാധിക്കും. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും ശേഷം ആ റുക്കൂ നിർവഹിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ കൈകൾ ഉയർത്തിക്കൊണ്ട് നേരെ നിവർന്ന് നിൽക്കുക. അതോടൊപ്പം പ്രാർത്ഥനകൾ ഒരാൾ ഒറ്റക്കോ അല്ലെങ്കിൽ ഇമാമായോ നമസ്കരിക്കുകയാണെങ്കിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. അതല്ലാതെ മഅ്മൂമായി നമസ്കരിക്കുകയാണെങ്കിൽ റബ്ബന വലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞതിന് ശേഷം മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതോടൊപ്പം വേറെയും കുറെ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഏതായാലും ലഘുവായ ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് കൂടുതൽ പ്രാർത്ഥനകൾ പഠിക്കാൻ ഗ്രന്ഥങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്തതിന് ശേഷം തക്ബീർ ചൊല്ലി അപ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. വീണ്ടും തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക. സുജൂദിൽ 7 അവയവങ്ങളിലായാണ് സുജൂദ് ചെയ്യേണ്ടത്. അതായത് 2 കാലിന്റെ വിരലിന്റെ ഭാഗം, അതോടൊപ്പം തന്നെ 2 കാൽമുട്ടുകൾ, 2 കൈപ്പത്തികൾ, പിന്നെ നെറ്റിയും മൂക്കും എന്ന രൂപത്തിൽ സുജൂദ് ചെയ്യുക. ഇത് ഇല്ലാത്ത ഏതെങ്കിലും അവയവം ഒഴിവായി പോകുന്ന ഉണ്ടായിട്ടും വെക്കാൻ കഴിവുണ്ടായിട്ട് ചിലപ്പോൾ മുറിവ് അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ കൈകുത്താൻ കഴിഞ്ഞോളുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസികമായ. അതല്ലാത്ത സാധാരണ നിലക്ക് അത് ഒഴിവാക്കിയാൽ ആ സുജൂദ് ശരിയാകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 കൈകളും നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചു വെക്കാതെ, വയറിനും തുടക്കൊന്നും ഒട്ടിച്ചു വെക്കാതെ കുറച്ച് വിടർത്തിയാണ് വെക്കേണ്ടത് പുരുഷന്മാർ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലണം. ആ പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാവുന്നതാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേറെയും പല പ്രാർത്ഥനകളും ഉണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഏതായിരുന്നാലും മറ്റുള്ള വലിയ പ്രാർത്ഥനകൾ പഠിക്കാൻ പ്രയാസമുള്ളവർ ആ ചെറിയ പ്രാർത്ഥനകളെങ്കിലും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുക. നമസ്കാരം ശരിയാക്കാൻ ശ്രമിക്കുക. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ എഴുന്നേറ്റ് ഇരിക്കുക. ആ ഇരുത്തത്തിൽ കൈ ഉയർത്തേണ്ടതില്ല. നേരെ ഇരിക്കുകയും വലത് കാൽ നാട്ടി കുത്തനെ വെക്കുകയും ഇടത് കാൽ പരത്തി വെച്ച് ആ ഇടത് കാലിന്റെ മുകളിലായി നമ്മുടെ ചന്തി വരുന്ന രൂപത്തിൽ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. 2 കൈകളും 2 തുടകളിലായി വെക്കണം. എന്നിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മവിടെ പ്രാർത്ഥിക്കുകയും വീണ്ടും സുജൂദിലേക്ക് ആദ്യം സുജൂദ് പോയതുപോലെ ആ ഇരുത്തം നേരെ കൈ ഉയർത്തം ചെയ്യാതെ നേരെ സുജൂദിലേക്ക് പോവുക. എന്നിട്ട് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. സുജൂദിൽ നേരത്തെ ചെയ്തതുപോലെ ചെയ്തതിന് ശേഷം വീണ്ടും 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. പിന്നീട് പ്രാരംഭ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പിന്നെ 1ാമത്തെ റക്അത്ത് പോലെ തന്നെ 2ാമത്തതും ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, അങ്ങനെ 2ാമത്തെ പൂർത്തിയാക്കുക. 2 റക്അത്ത് പൂർത്തിയായാൽ നേരത്തെ 2 സുജൂദ് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുകയാണ് ചെയ്തതെങ്കിൽ അവിടെ 2 റക്അത്ത് പൂർത്തിയാൽ ഇരിക്കുകയാണ് വേണ്ടത്. നേരത്തെ ഇരുന്നത് പോലെ വലത് കാൽ നാട്ടി വെച്ച് ഇടത് കാൽ പരത്തി ഇടത് കാലിന്മേൽ ഇരിക്കണം. 2 കൈകളും 2 തുടകളിലായി വെക്കണം. എന്നിട്ട് പ്രാർത്ഥനകൾ, അത് അത്തഹിയാത്തിലുള്ള പ്രാർത്ഥന, അത്തഹിയാത്തു ലില്ലാഹ് വസ്സലാത്തു തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന 2 പ്രാർത്ഥന 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുകയും 2 റക്അത്തിൽ കൂടുതൽ നമസ്കാരമാണെങ്കിൽ ആ 2ാമത്തെ റക്അത്ത് നേരെ എഴുന്നേൽക്കുകയും നേരത്തെ ചെയ്തതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കൈ നെഞ്ചിൽ വെക്കുകയും എന്നിട്ട് 3ാമത്തെ റക്അത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഫാത്തിഹ മാത്രമേ ഓതേണ്ടതുള്ളൂ. അതും ശബ്ദത്തിൽ ഓതേണ്ടതില്ല, സൂറത്തും ഓതേണ്ടതില്ല. അങ്ങനെ 3ാമത്തെ റക്അത്ത് പൂർത്തിയാക്കുക. 1ാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയതുപോലെ 3ാമത്തെ റക്അത്ത് പൂർത്തിയാക്കുക. 4 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ അത് എഴുന്നേറ്റ് 2ാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയതുപോലെ 4ാമത്തെ റക്അത്തും പൂർത്തിയാക്കുക. 3 റക്അത്തുള്ള നമസ്കാരമാണെങ്കിലും 4 റക്അത്ത് നമസ്കാരമാണെങ്കിലും 3 റക്അത്ത് പൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ 4 റക്അത്ത് പൂർത്തിയായതിനു ശേഷം അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കണം. ആ ഇരുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം വലതുകാൽ നാട്ടിവെച്ച് ഇടതുകാൽ ആ നാട്ടിവെച്ച കാലിന്റെ ഇടയിലൂടെ കയറ്റി വെച്ച് ചന്തി നിലത്ത് തട്ടുന്ന രൂപത്തിലാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് അവിടെ അത്തഹിയാത്ത് ചൊല്ലുക. നേരത്തെ 2ാമത്തെ റക്അത്ത് കഴിഞ്ഞ് അത്തഹിയാത്ത് ചൊല്ലിയതുപോലെ അത്തഹിയാത്ത് ചൊല്ലുകയും ഇനി 2 റക്അത്ത് നമസ്കാരമാണെങ്കിൽ ഈ ചൊല്ലിയതൊക്കെ ആ 2ാമത്തേതിൽ ചെയ്യേണ്ടതുണ്ട്. ആ 2 റക്അത്ത് കൊണ്ട് അവസാനിക്കുന്ന നമസ്കാരമാണെങ്കിൽ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുക. പിന്നീട് പ്രാർത്ഥനകൾ, പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി, ഈ അത്തഹിയാത്തും സ്വലാത്തും കഴിഞ്ഞ ശേഷം ഈ പ്രാർത്ഥന കൂടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബി ജഹന്നം വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ള പ്രാർത്ഥന. വേറെയും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാവുന്നതാണ്. വേറെ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളുമുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ മറ്റ് ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും അതേപോലെ നമസ്കാരം പഠിപ്പിക്കുന്ന വീഡിയോസും ഒക്കെ കണ്ട് പഠിക്കാവുന്നതാണ്. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം 2 റക്അത്ത് നമസ്കാരമാണെങ്കിൽ ആ ചെല്ലേണ്ടതൊക്കെ ആ 2 റക്അത്ത് പൂർത്തിയാകുന്ന സമയത്തും, 3 റക്അത്തുള്ളതാണെങ്കിൽ 3 റക്അത്തിന്റെ സമയത്തും, 4 റക്അത്തുള്ളതാണെങ്കിൽ 4 റക്അത്തിന്റെ സമയത്ത് പൂർത്തിയാകുന്ന സമയത്തും ചെല്ലിയതിനു ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ആദ്യം വലത്തോട്ട് മുഖം തിരിക്കുക. പിന്നീട് മുഖം നേരെയാക്കിയതിനു ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടത്തോട്ടും മുഖം തിരിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ രൂപം. നമസ്കാരത്തിന് ശേഷമുള്ള ധാരാളം ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ദിക്റുകളും ദുആകളും ശേഷം സുന്നത്ത് നമസ്കാരങ്ങളും ഒക്കെ ആ നമസ്കാരത്തിന്റെ രൂപം മനസ്സിലാക്കിയത് സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരങ്ങൾ വളരെ ലഘുവാണ്. നമസ്കാരത്തിന്റെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമസ്കാരത്തിന്റെ റുക്കിനുകളും വാജിബാത്തുകളും സുന്നത്തുകളും എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ റുക്കിനുകൾ, നിർബന്ധ ഘടകങ്ങൾ 14 എണ്ണമാണ്. ആ റുക്കിനുകൾ നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ നമ്മൾ വിട്ടുപോയാൽ നമസ്കാരം ശരിയാകില്ല. ആ റുക്കിനുകൾ വീണ്ടും ചെയ്യുകയോ നമസ്കാരം മാറ്റി നിർവഹിക്കുകയോ ആണ് ചെയ്യേണ്ടത്. ആ 14 എണ്ണം ക്രമപ്രകാരം നമുക്ക് ഇങ്ങനെ വായിക്കാം. 1 കഴിവുള്ളയാൾ നിൽക്കുക. 2 തക്ബീറത്തുൽ ഇഹ്റാം, അതായത് 1ാമത്തെ തക്ബീർ. 3 ഫാത്തിഹ ഓതൽ. 4 റുകൂ ചെയ്യൽ. 5 റുകൂഇൽ നിന്നും ഉയരൽ. ഈതിദാലിലേക്ക് നേരത്തെ സമി അല്ലാഹു ലിമൻ ഹമിദ അല്ലെങ്കിൽ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് ഉയർന്ന ഉയരൽ. അതേപോലെ തന്നെ 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്യുമ്പോൾ ആ അവയവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുജൂദിൽ നിന്നും എഴുന്നേൽക്കുക, അതായത് സുജൂദിൽ ഇരിക്കുക. അതോടൊപ്പം തന്നെ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുക. പിന്നീട് അവസാനത്തെ അത്തഹിയ്യാത്തിനുള്ള ഇരുത്തം. അവസാനത്തെ അത്തഹിയ്യാത്തിനുള്ള ഇരുത്തം ഒഴിവായാൽ നമസ്കാരത്തെ സാധുതയെ ബാധിക്കുന്നതാണ്. ആദ്യത്തെ അത്തഹിയ്യാത്ത് അല്ല, അവസാനത്തെ അത്തഹിയ്യാത്ത്. അവസാനത്തെ അത്തഹിയ്യാത്ത് ചൊല്ലൽ. അവസാനത്തെ അത്തഹിയ്യാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലൽ, 2 സലാം വീട്ടൽ. അതോടൊപ്പം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, വുദൂവിന്റെ അവസാനത്തിൽ ശ്രദ്ധിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഓരോ ഘടകങ്ങളിലുമുള്ള അടക്കം. ഒരു കോഴി കൊത്തുന്നത് പോലെയുള്ള നമസ്കാരങ്ങളാകരുത്. വളരെ അടക്കത്തോടും ഒതുക്കത്തോടും റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന രൂപത്തിലുള്ള ആ നൃത്തമാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ക്രമപ്രകാരം ചെയ്യുക. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം, പിന്നീട് റുക്കൂ, പിന്നീട് ഇത്തിദാൽ, പിന്നീട് സുജൂദ്. അല്ലാതെ ആദ്യം തക്ബീറത്തുൽ, പിന്നെ സുജൂദ്, പിന്നെ ഇത്തിദാൽ, പിന്നെ റുക്കൂ. അങ്ങനെ ക്രമം തെറ്റിക്കാൻ നമുക്ക് അവകാശമില്ല.
ക്രമം തെറ്റിയാൽ നമസ്കാരത്തിന്റെ സാധ്യതയെ ബാധിക്കുന്നതാണ്. ഇനി നമസ്കാരത്തിന്റെ വാജിബുകളാണ്. ആ വാജിബുകൾ മനഃപൂർവ്വം വിട്ടാൽ അതും നേരത്തെ സൂചിപ്പിച്ച പോലെ നമസ്കാരത്തിന്റെ സാധ്യതയെ ബാധിക്കും. എന്നാൽ അറിയാതെ സംഭവിച്ചു പോയാൽ അത് നമസ്കാരത്തിന്റെ സാധ്യതയെ ബാധിക്കുന്നില്ല. അത് മറവിയുടെ സുജൂദ് ചെയ്യുന്നത് കൊണ്ട് അത് മതിയാകുന്നതാണ്. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ചുള്ള മറ്റ് തക്ബീറുകൾ ചൊല്ലുന്നത്. 2, റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പ്രാർത്ഥനകൾ പറയുന്നത്. 3, തനിയെ നമസ്കരിക്കുന്ന ആളും ഇമാമും സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ. 4, റബ്ബന വലക്കൽ ഹംദ് എന്ന് ഇത്ദാലിൽ പ്രാർത്ഥിക്കൽ. 5, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നത്. 6, 2 സുജൂദുകൾക്കിടയിൽ റബ്ബി ഗഫിർലി എന്ന് പ്രാർത്ഥിക്കുക. 1-ാം അത്തഹിയ്യാത്തിനുള്ള ഇരുത്തം, 1-ാം അത്തഹിയ്യാത്ത് ചൊല്ലൽ, ഇവയൊക്കെ ഈ 8 കാര്യങ്ങൾ നമസ്കാരത്തിന്റെ വാജിബുകളാണ്. ഈ വാജിബുകൾ മനഃപൂർവ്വം വിട്ടാൽ അവന്റെ നമസ്കാരം സാധുവാകുകയില്ല. എന്നാൽ അറിയാതെ വിട്ടുപോയാൽ നമസ്കാരത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പായി 2 സുജൂദുകൾ ചെയ്യുന്നത് കൊണ്ട് അത്തഹിയ്യാത്തിനൊക്കെ ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്ന തൊട്ട് മുമ്പായി 2 സുജൂദുകൾ ചെയ്യുന്നത് കൊണ്ട് അവന് മതിയാകുന്നതാണ്. അള്ളാഹു അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമസ്കാരത്തിൽ സുന്നത്തുകളായ പല കാര്യങ്ങളുണ്ട്. ഈ വാജിബും അതേപോലെ തന്നെ റുക്കുനുകളും അല്ലാത്ത നമസ്കാരം നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ആ നമസ്കാരത്തിന്റെ സുന്നത്താണ്. ആ നമസ്കാരത്തിന്റെ കൂലി പൂർണ്ണതയാക്കാനും കുറ്റമറ്റതാക്കാനും സുന്നത്തുകൾ ആവശ്യമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമസ്കാരം ദുർബലപ്പെടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരത്തിലെ റുക്കിനോ വാജിബോ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന നമസ്കാരം ദുർബലപ്പെടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമസ്കാരത്തിന്റെ ഭാഗമായിട്ടല്ലാതെ അധികമായുള്ള ചലനങ്ങൾ, ആവശ്യമില്ലാത്ത ചലനങ്ങൾ, നടത്തം സഫ് പൂർത്തിയാക്കാനുള്ള നടത്തമല്ല, മറിച്ച് നമസ്കാരത്തിൽ ആവശ്യമില്ലാതെ വെറുതെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, കുട്ടികൾ നമസ്കരിക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമസ്കരിക്കുക, അതൊക്കെ നമസ്കാരത്തിന്റെ സാധ്യതയെ ബാധിക്കുന്ന ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കൂടുതലായോ ശബ്ദമുണ്ടാക്കിയോ ചിരിക്കുന്നത്, ഇങ്ങനെ ചിരിക്കുക, നമസ്കാരത്തെ കൈകെട്ടിയത് മുതൽ തുടങ്ങിയ ചിരിയാണ്, എന്തൊക്കെ ഓർത്ത് ചിരിക്കുക, അങ്ങനെ ചിരി അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി ചിരിക്കുക. മനഃപൂർവ്വം ഔറത്ത് വെളിവാക്കുക, അവൻ അറിയാതെ ഔറത്ത് വെളിവായിപ്പോയാൽ അത് അള്ളാഹു പുറത്തു തരും എന്ന് പ്രതീക്ഷിക്കുക. അല്ലാതെ മനഃപൂർവ്വം ഔറത്ത് വെളിവായാൽ നമസ്കാരത്തിന്റെ സാധ്യതയെ അത് ബാധിക്കും. അതോടൊപ്പം തന്നെ മനഃപൂർവ്വമുള്ള സംസാരം, അതോടൊപ്പം തന്നെ മനഃപൂർവ്വം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക, നമസ്കാരത്തിനിടയിൽ വുളു നഷ്ടപ്പെടുക എന്നതൊക്കെ നമസ്കാരത്തിന്റെ ദുർബലമാക്കുന്ന കാര്യമാണ് എന്നുള്ള കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മമായ നമസ്കാരം, തിന്മയിൽ നിന്നും മ്ലേച്ഛകമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, ശരീരത്തിൽ 5 പ്രാവശ്യം കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മാലിന്യം അവശേഷിക്കാത്തത് പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു മാലിന്യം അവശേഷിപ്പിക്കാത്ത നമസ്കാരം എന്നുള്ള നമ്മുടെ മേൽ സമയനിർണയമായ ആരാധനയായ നമസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച രൂപത്തിൽ നോക്കി കണ്ടുകൊണ്ട്, നമസ്കാരത്തെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ട് നമസ്കാരത്തെ ജീവിതത്തിൽ നിലനിർത്തുക. അള്ളാഹു നമസ്കാരം നിലനിർത്തി നാളെ പരലോകത്ത് വിജയം കൊയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.